അക്കമ്മയ്ക്കെതിരെ നിങ്ങൾ വ്യക്തമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കോർട്ടിൽ പരാതി നൽകും. ജീവിതകാലം മുഴുവനെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തും. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ വേണ്ടതുപോലെ അന്വേഷിച്ചോളാം. പോരെ? അവർക്കേ ഞാൻ പറഞ്ഞതിരെ പിടിച്ചിട്ടില്ല. എന്തുപറ്റിയിടോ? ചേച്ചി എന്റെ ജീവൻ രക്ഷിച്ചത് മനസ്സിലാക്കാതെ ഞാൻ വെറുതെ കുറെ ദേഷ്യപ്പെട്ടു. തന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് മഞ്ജു തന്നെയല്ലേ? അതുകൊണ്ട് മഞ്ജുവിനോട് തനിക്ക് തോന്നുന്ന ദേഷ്യത്തിലൊരു ന്യായമുണ്ട്. പക്ഷേ തന്നോടുള്ള സ്നേഹത്തിന് അവൾക്കൊരു കുറവുമില്ല എന്നുള്ളതിന്റെ തെളിവാ ഇന്നലെ സംഭവിച്ചത്. സ്വന്തം കുഞ്ഞിന്റെ ജീവൻ പോലെ അപകടത്തിലാക്കിയിട്ടാ മഞ്ജു തന്നെ രക്ഷിച്ചത്. താനിപ്പോഴും മഞ്ജുവിനൊരു മകളെ പോലെ തന്നെയാ. ഏയ് താൻ കരയല്ലേ? ഞാൻ വേണമെങ്കിൽ മഞ്ജുവിനെ നേരിട്ടുണ്ട് നന്ദി പറയാം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചി എന്നെ കള്ളക്കേസി കുടിക്കല്ലേ ഇതിനകത്താക്കിയത്. അതിന്റെ കുറ്റബോധം കാരണമായിരിക്കും എനിക്ക് കാവല് കിടന്നത്. ചേച്ചി ചെയ്തത് തെറ്റാണെന്ന് എന്നോട് ഏറ്റു പറയട്ടെ. എന്നിട്ട് ക്ഷമിക്കണോ വേണ്ടേന്ന് ആലോചിക്കാം. ശരി. എടോ, ഇതെത്ര അപകടം പിടിച്ച സ്ഥലമാണെന്ന് മനസ്സിലായല്ലോ. സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം വക്കീലേ. ഗിരിയേട്ടാ, ഗിരിയേട്ടാ, എന്തിനാ എന്നെ കാണുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ഗിരിയേട്ടന് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ പ്രീതി. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാ എനിക്ക് മഞ്ജുവിനെ പോലൊരു ഭാര്യയെ കിട്ടിയത്. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട ഞങ്ങളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ച് നാട്ടുകാരും അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരും എന്തിന് മഹിമ പോലും കുറ്റം പറയുമ്പോ എനിക്ക് വേണ്ടി വാദിച്ചവളാ മഞ്ജു. അപ്പോഴൊക്കെ അവൾക്കൊരു കാര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അവളെ ഒരിക്കലും ചതിക്കില്ല എന്ന്. വിശ്വാസമാണ് ഞാൻ തകർത്തത്. ഞാൻ ചെയ്ത തെറ്റിന് ദൈവം ഒരിക്കലും എന്നോട് പൊറുക്കില്ല. ഇങ്ങേരെന്തിനാ മഞ്ജുവിനോട് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നേ? ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? സാരമില്ല, ഇനി എന്നെ ഇതേ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചാ മതി. തൽക്കാലം കുറച്ച് സെന്റി അടിച്ച് സഹതാപം പിടിച്ച് പറ്റിയില്ലെങ്കിൽ ഗിരിയേട്ടൻ എന്റെ മുഖത്ത് പോലും നോക്കാത്ത അവസ്ഥയാവും. ഗിരിയേട്ടൻ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? അന്ന് നടന്നതെല്ലാം മദ്യലഹരിയിൽ ഗിരിയേട്ടനെ പറ്റിയൊരു അബദ്ധം മാത്രമാണ് നേട്ടം പറഞ്ഞല്ലോ. അല്ലെങ്കിലും സ്വബോധത്തിൽ ഗിരിയേട്ടൻ എന്നെപ്പോലൊരു പെണ്ണിനോട് സംസാരിക്കുക പോലും ഇല്ലല്ലോ. പ്രീതി എന്തൊക്കെയായി പറയുന്നത്? എന്റെ കൂടെ ഗിരിയേട്ടൻ ചെലവഴിച്ച നിമിഷങ്ങൾ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഗിരിയേട്ടന് പക്ഷേ അത് വേറൊരു തെറ്റ് മാത്രമാ. അയ്യോ, ഞാൻ പ്രീതിയെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലാവും ഗിരിയേട്ട. പ്രീതി, എനിക്ക് നിന്നോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും സ്വതന്ത്രനായി അഭിമാനത്തോടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണ്. ആ നന്ദി എനിക്ക് ജീവിതകാലം മുഴുവൻ പ്രീതിയോടുണ്ടാവും. ഞാൻ പ്രീതിയോട് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാ. അതിനെന്നോട് ക്ഷമിക്കണം. ഏയ്, കിരീട്ടൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. അന്ന് സംഭവിച്ചതെല്ലാം എന്റെ സമ്മതത്തോടു കൂടിയാ. ഞാൻ ഗിരിയേട്ടനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നില്ല. ഗിരിയേട്ടൻ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കാതെ നടക്കുമ്പോഴാണ് എനിക്ക് വിഷമം കൂടുന്നത്. ദയവേത് എന്നോട് അങ്ങനെ പെരുമാറരുത്.
എന്തായിരുന്നു രണ്ടുപേരും സംസാരിച്ചത്? ഒന്നുമില്ലമ്മേ. കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള കാര്യം സംസാരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നല്ലോ. ഗിരി, സത്യം പറയടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേ, പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നാണക്കേട് പേടിച്ച് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. അത് അബദ്ധമാണ്. ഒരു പ്രശ്നമില്ലമ്മേ. കഴുകി. നമസ്കാരം. കാര്യമായിട്ട് പറ്റിയെന്ന് തോന്നുന്നു. സാരമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാ ശീലമായിക്കോളും. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഹാ, അതെന്ത് ചോദ്യം മൂന്താ? കൂടെ പഠിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു എന്നറിയുമ്പോ ആരായാലും അന്വേഷിക്കാൻ ഓടിയെത്തില്ലേ? അതല്ലേ മനുഷ്യത്വം. പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചില ഉപദേശം തരാൻ പറ്റും. ഞാനും കുറച്ചു കാലം ജയിലിൽ കിടന്നാണല്ലോ. ജയിലിൽ ഒരാളെയും വിശ്വസിക്കരുത്. കൂടെ നടക്കുന്നവർ പോലും പുറകിന്ന് കുത്തിയെന്ന് വരും. രാത്രി ഉറങ്ങുമ്പോഴും കാത് തുറന്നു വേണം ഉറങ്ങാൻ. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റെന്ന് വരില്ല. നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കാണോ? അയ്യോ, അല്ലല്ലല്ല. നീ കാരണം ജയിലിൽ കിടന്നപ്പോ എനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചെന്നേ ഉള്ളൂ. നിനക്ക് ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നീ ഇങ്ങനെ നരകിച്ച് കാണുന്നതിൽ കുറച്ച് സുഖമൊക്കെ ഉണ്ട്. ഇറങ്ങി പോടാ അവിടെ. അയ്യോ, എന്തിനാ മുകുന്ദ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സത്യം പറഞ്ഞ ഞാൻ തന്നെ തേടി നടക്കുമായിരുന്നു. അല്ല, മജിസ്ട്രേറ്റ് ആവാൻ പോകുന്നൊരു ചിലവൊന്നും കിട്ടിയില്ലല്ലോ. നിനക്കേ ഞാൻ മജിസ്ട്രേറ്റ് ആവുന്ന തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. ആ പദവിയിലിരുന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നുള്ള പേടി നിനക്കുണ്ടാവും അല്ലേ? എന്റെ വക്കീലെ, വെറുതെ ചിരിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ പഞ്ചഡയിലൊക്കെ പറയുന്നൊന്നും അത്രയ്ക്ക് ചേരില്ലെന്നേ. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പദവിയൊന്നും വേണ്ട. അത് നടത്തിയെടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായാൽ മതി. അതെനിക്കുണ്ട്. ആ മജിസ്ട്രേറ്റോ ജഡ്ജിയോ മന്ത്രിയോ എന്തോ ആയിക്കോട്ടെ, പകരം വീട്ടാൻ ഞാൻ തീരുമാനിച്ച അത് ചെയ്തിരിക്കും.